ശക്തയായ സ്ത്രീക്ക് സമൂഹത്തെയും രാഷ്ട്രത്തെയും പുനഃസൃഷ്ടിക്കാൻ കഴിയുമെന്ന് പി.ടി. ഉഷ എം.പി. എറണാകുളം ഭാസ്കരീയം കൺവെൻഷൻ സെന്ററിൽ മഹിളാ സമന്വയ വേദി സ്ത്രീ ശക്തി സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പി.ടി. ഉഷ. ഭാരതത്തിന്റെ മിസൈൽ വനിത ഡോക്ടർ ടെസ്സി തോമസും ചടങ്ങിൽ പങ്കാളിയായി. വിശ്വഗുരുവായി മാറുന്ന ഭാരതത്തിന്റെ പുതുരാഷ്ട്ര നിർമ്മിതിയിൽ സ്ത്രീകളുടെ പങ്കിനെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായാണ് മഹിളാ സമന്വയ വേദിയുടെ നേതൃത്വത്തിൽ എറണാകുളം ഭാസ്കരീയം കൺവെൻഷൻ സെന്ററിൽ മഹിളാ ശക്തി സംഗമം സംഘടിപ്പിച്ചത്. ഭാരതത്തിന്റെ മിസൈൽ വനിത ഡോക്ടർ ടെസ്സി തോമസ് ഉദ്ഘാടനം ചെയ്ത സമ്മേളനത്തിൽ പി.ടി. ഉഷ എം.പി. മുഖ്യ അതിഥിയായി. സ്ത്രീ ശാക്തീകരണത്തിന്റെ വിവിധ തലങ്ങളെക്കുറിച്ചായിരുന്നു ഇരുവരും സദസ്സിനോട് സംവദിച്ചത്. തൃക്കോട്ടൂരിലെ മൈതാനത്ത് നിന്നുള്ള ഓട്ടവും ചാട്ടവും, നമ്മുടെ ഭൂമി മലയാളവും ഭാരതഖണ്ഡവും ജംബുക ദ്വീപും കടന്ന് മറ്റെല്ലാ ദ്വീപുകളിലുള്ള സ്ഥലങ്ങളിൽ ഓടി ഓടി ഒരു ഭാരത സ്ത്രീക്ക് എത്താൻ കഴിഞ്ഞെങ്കിൽ അത് ഇന്നും ഞാൻ കരുതുന്നു ഞാൻ പിറന്നു വീണ എൻ്റെ മണ്ണിൻ്റെ മഹത്വവും മാതാപിതാക്കളുടെയും ഗുരുക്കന്മാരുടെയും അനുഗ്രഹം മാത്രമാണ്. നാമും ശക്തിയുള്ളവരാണ്, ശക്തി സ്വരൂപിണികളാണ്. നമുക്കൊരു കുടുംബത്തെ സംരക്ഷിക്കാനും പരിചരിക്കാനും പുതുതലമുറകളെ സൃഷ്ടിക്കുവാനുമുള്ള കഴിവുണ്ടെങ്കിൽ നമുക്ക് ചുറ്റിനും ഉള്ള സമൂഹത്തെയും അതുവഴി രാഷ്ട്രത്തെയും പുനർസൃഷ്ടിക്കുവാൻ കഴിയും. വീടുകളിൽ നിന്നുമാണ് സ്ത്രീ ശാക്തീകരണം ഉണ്ടാകേണ്ടത്. തുല്യമായ സ്ഥാനം സ്വന്തം വീടുകളിൽ നിന്നും ലഭിക്കുമ്പോൾ ഓരോ സ്ത്രീയും ശക്തിയാകുമെന്നും ഭാരതത്തിന്റെ മിസൈൽ വനിത ഡോക്ടർ ടെസ്സി തോമസ് പറഞ്ഞു. It has to happen from within our house. How we treat our children, between a girl child and a boy child at home, treat them equally. If such a girl is coming out from the family where equal opportunity is given at home, definitely that girl will turn out to be an empowered. ഡോക്ടർ വന്ദന ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്രഹ്മചാരിണി ദേവകി ചൈതന്യ, പ്രസന്ന ബാഹുലയൻ, പ്രൊഫസർ ദേവകി അന്തർജനം, പ്രീത കമൽ, അഡ്വക്കേറ്റ് പ്രിയ പ്രശാന്ത്, ഗായത്രി ഗിരീഷ് എന്നിവർ മഹനീയ സാന്നിധ്യമേകി. കൂടാതെ വിവിധ രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വനിതാരത്നങ്ങളെ സദസ്സ് ആദരിച്ചു. ജനം, കൊച്ചി.